ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ടർക്കിഷ് ഡിഷാണ് ഗൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ടർക്കിഷ് ഗാർലിക് ടൂണ. ഇതിനായി മുറിച്ച് നന്നായി കഴുകിയ ചൂര കഷ്ണങ്ങൾ എടുക്കുക. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവ നന്നായി തിരുവി പിടിപ്പിച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചൂര കഷ്ണങ്ങൾ വറുത്തെടുക്കുമ്പോൾ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായി ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അടച്ചു വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ചൂരയിലെ വെള്ളം ഇറങ്ങി കഷ്ണങ്ങളൊന്ന് വേവുകയും ചെയ്യും. 2 സൈഡും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കഷ്ണങ്ങളെല്ലാം കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചെണ്ണ ബാലൻസ് വരും. അതേ എണ്ണയിലേക്ക് ബാക്കി വന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടിച്ച് ചതച്ചതാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്ക് പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളകും ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടു വരണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ പറ്റൂല ഗായ്സ്. ഇത് നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഞാനിൻ്റെ കൂടെയോ ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ മലയാളികൾക്ക് ചോറിൻ്റെ കൂടെ നല്ല എരിയുള്ള കറിയല്ലേ ബൈ ടോപ്പിക് വിട്ടുപോകുന്നു ഗായ്സ്. നമ്മൾ വെച്ച സാധനങ്ങളൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് പെപ്പറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് മോപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ നന്നായി വഴറ്റി യോജിപ്പിക്കുക. ആ മാവിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഇളക്കുക. ഇതിലേക്കാണ് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. പാലിലേക്ക് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് പാകമല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനിയുള്ള പ്രോസസ്സ് വളരെ ശ്രദ്ധിക്കണം. കൈ എടുക്കാതെ ഇളക്കണം. ഇളക്കുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകരുത്. ഇനി മാവ് നന്നായി കുറുകി വരും. ചപ്പാത്തീൻ്റെ ഒപ്പമാണ് ഗൈസ് ഞാൻ ഈ കറി കൂട്ടി കഴിച്ചത്. ചോറിനേക്കാളും നല്ലത് ചപ്പാത്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുകയും ചെയ്യണം. അവസാനത്തെ ലുക്ക് കണ്ടോ ഗായ്, നല്ല കുറുകി എടുക്കും, ക്രീമി. ബൈ.